ഇന്ന് ഈ സമയം രാത്രിയുള്ള ഒരിടത്തും ഒരാളും ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതിനു പിന്നാലെ ഉണ്ടായ ഏറ്റവും രസകരമായ കാര്യം ഒരുപക്ഷെ ബഹിരാകാശ ദൗത്യം എന്നൊക്കെ പറയുമ്പോൾ അത് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്താണ്. എപ്പോഴും അതൊരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രങ്ങളുടെ വലിയ നേട്ടമാണ് ആയിട്ടാണ് ഉയർത്തിപ്പിടിക്കാറ്. പക്ഷേ ഇത്തവണ നമ്മൾ കണ്ടത് ഇതിനൊരു രാഷ്ട്രീയത്തിൻ്റെ ഫ്ലേവർ കൂടി ചേരുന്നതാണ്. പ്രത്യേകിച്ച് ട്രംപ് വരുന്നു, മസ്കിനോട് ആവശ്യപ്പെടുന്നു, ബോയിങ്ങിൽ പോയി അവിടെ കുടുങ്ങിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യം നിങ്ങൾക്ക് ഏറ്റെടുത്തുകൂടെ എന്ന് ഇലോൺ മസ്കിനോട് ചോദിക്കുന്നു. ഇലോൺ മസ്ക് വളരെ സന്തോഷത്തോടെ ആ ദൗത്യം ഏറ്റെടുക്കുന്നു. അങ്ങനെ സ്റ്റാർ ലൈനറിൽ പോയ സുനിതയും ബുച്ചും തിരികെ എത്തുന്നത് സ്പേസ് എക്സിൻ്റെ വാഹനത്തിലാണ്. അതായത് ബഹിരാകാശ ശാസ്ത്ര മേഖലയിൽ പകരം വെക്കാനാവാത്ത പേരായ അല്ലെങ്കിൽ ഏറ്റവും ട്രസ്റ്റ്വർത്തിയായ, ഏറ്റവും വിശ്വസിക്കാവുന്ന വാഹനം, വിശ്വസിക്കാവുന്ന ബ്രാൻഡ് എന്ന പേര് കൂടി ഇതോടൊപ്പം ഇലോൺ മസ്കും സ്പേസ് എക്സും നേടിയെടുക്കുകയല്ലേ അപർണ? തീർച്ചയായിട്ടും അത് എടുത്തു പറയണം. എങ്ങനെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത് മസ്ക് എന്നുള്ളത് അതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മസ്ക് സ്കോർ ചെയ്യുമ്പോൾ ട്രംപും സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊരു ക്യാമ്പയിൻ്റെ സമയത്ത് പോലും ഇവർ കുടുങ്ങിപ്പോയതാണോ അതോ ഇതൊരു എക്സ്റ്റെൻഡഡ് മിഷൻ ആയിരുന്നോ നാസയുടെ എന്നുള്ള ചോദ്യമൊക്കെ സയൻസ് മേഖലകളിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ ഈ ഒറ്റയടിക്ക് കാണുന്ന പോലെ അല്ല ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയപ്പെടുന്നു. അപ്പോഴും ജോ ബൈഡൻ സർക്കാർ ഇവരെ സ്പേസിൽ ഉപേക്ഷിച്ചു പോകുകയായിരുന്നു എന്നുള്ളൊരു നിലപാട് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു ട്രംപ്. തെരഞ്ഞെടുപ്പിന് മുൻപ് പോലും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണമായിരുന്നു എന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ബൈഡൻ ഭരണകൂടം ആ ഓഫർ നിരസിച്ചു. അങ്ങനെയാണ് മസ്ക് എക്സിൽ അവകാശപ്പെട്ടത്. അതിനെ ട്രംപ് പൊളിറ്റിക്കലി ബാക്കപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പം ട്രംപ് ഒപ്പം മസ്ക് എന്നുള്ള ആ ഒരു ഡ്യോ ഈ വിഷയത്തിനകത്ത് എടുത്ത നിലപാട് ഇവർ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തന്നെ സ്കോർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഇതിൽ ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസിന് അഭിമുഖം കൊടുക്കുന്നു ആ സമയത്ത്. അപ്പം ആ സമയത്ത് ട്രംപും മസ്കും പറഞ്ഞത് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ആ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് ഈ യാത്രക്കാരെ ബഹിരാകാശത്ത് ഉപേക്ഷിക്കാൻ എന്നുള്ളതാണ്. അതായത് തികച്ചും ഒരു സയൻസിൽ നിന്നും മാറി അമേരിക്കയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതൊരു പൊളിറ്റിക്കൽ വിഷയമായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ട്രംപ് തിരികെ ഭരണത്തിൽ എത്തുകയും ചെയ്യുമ്പോഴും ഇത് എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ കൂടിയാണല്ലോ ഇത് നടക്കുന്നത്. അപ്പം ഇതും അതിൻ്റെ ഭാഗമായി വരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് അന്ന് ഈ ഫോക്സ് ന്യൂസിൻ്റെ അഭിമുഖത്തിൽ മസ്ക് തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, യാത്രക്കാരെ നിങ്ങൾ തിരികെ എത്തിക്കൂ എന്നുള്ള അത് ആവശ്യപ്പെടുകയാണ്. പിന്നെ ഇപ്പം നമ്മൾ ഈ ബഹിരാകാശ ദൗത്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ സെപ്റ്റംബറിൽ ഒരു സ്പേസ് എക്സിൻ്റെ തന്നെ ഒരു ഡ്രാഗൺ ക്യാപ്സൂളിലാണ് ഈ ഹേഗും കോർബനോവും ബഹിരാകാശ നിലയത്തിൽ പോകേണ്ടത്. ഈ സാധാരണ 4 പാസഞ്ചേഴ്സായിട്ട് പോകേണ്ട ദൗത്യമാണ്. എന്നാൽ സ്പേസ് എക്സും നാസയും 2 പേര് മാത്രമായിട്ട് പറന്നാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നു. അതായത് അത് മസ്കിൻ്റെ ദീർഘദർശിത്വം അല്ലെങ്കിൽ മസ്കിൻ്റെ ഒരു ഗോള് കൂടിയാണ്. അവിടെ 4 പേര് പോകേണ്ടടുത്ത് 2 പേര് പോയാൽ മതി. 2 സീറ്റ് ഒഴിവാക്കിക്കൊണ്ട് എക്സ് ഡ്രാഗൺ ക്യാപ്സൂൾ സെപ്റ്റംബറിൽ പോകുമ്പോൾ തന്നെ ഇതാണ് സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീജ, അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനുശേഷമാണ്. അല്ലെങ്കിൽ ആ ഒരു ഡെമോക്രാറ്റിക് തീരുമാനങ്ങൾ ജനങ്ങൾ എടുക്കുന്നതിന് ശേഷമാണെന്ന് ആലോചിക്കണം. അതായത് ഒരു മുഴമല്ല, ഒരു 5-6 മുഴം മുന്നേ മസ്ക് എറിയാണ്. അങ്ങനെ 2 സീറ്റ് ഒഴിവാക്കിക്കൊണ്ടാണ് എക്സ് ഡ്രാഗൺ ക്യാപ്സൂൾ പോകുന്നത്. ബുച്ചിനും സുനിതയ്ക്കും ഭൂമിയിലേക്ക് മടങ്ങാൻ 2 സീറ്റ് ഈ പേടകത്തിൽ ബാക്കിയാകുന്നു. ഹേഗും ഗോർബനോവും എത്തുന്നു. അവരുടെ ക്രൂ 9-ൽ മറ്റ് 2 പേരെയും ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പടത്തിൻ്റെ ഏറ്റവും വലിയ അവരുടെ ഒരു മെറിറ്റിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇത് മാറുന്നു. അതിൽ ഈ മിനിറ്റുകളിൽ സംഭവിക്കുന്നത് നാസയുടെ ഒരു നിർണായക ഘട്ടമുണ്ടാകുമ്പോൾ കൃത്യമായി സഹായം ലഭ്യമാക്കാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളൊരു അവകാശവാദം സ്പേസ് എക്സിന് ഉന്നയിക്കാം. സ്പേസ് എക്സ് അത് ഉന്നയിക്കുന്നുണ്ട്. ഇതൊരു വാണിജ്യ ക്രൂ പ്രോഗ്രാമാണ് സ്പേസ് എക്സ് സംബന്ധിച്ചിടത്തോളം. അതിൽ നിർണായക ഭാഗമായിട്ട് സ്പേസ് എക്സ് മാറുന്നു. പിന്നെ ഈ മത്സരത്തിലുണ്ടായിരുന്ന ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനറിന് ഫോൾട്ട് സംഭവിക്കുന്നു.
മാൽഫാക്ചർ ഉണ്ടാകുന്നു, സ്റ്റാർ ലൈനർ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ ഈ സ്റ്റാർ ലൈനർ സംഭവിക്കുന്ന കാലതാമസമുണ്ട്, ഇതിൻ്റെ സാങ്കേതിക പരാജയങ്ങളുണ്ട്. ചിത്രത്തിൽ നിന്ന് ഈ മത്സര രംഗത്തുണ്ടായിരുന്ന ബോയിങ് ഇതിനകത്തുനിന്ന് ഇല്ലാതാകുകയും ചെയ്യുന്നു. അതായത് അനിഷേധ്യമായിട്ട് ഈ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി സ്പേസ് എക്സ് മാറുന്നു. സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഇലോൺ മസ്ക് മാറുന്നു. ഒപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വാണിജ്യപരമായിട്ട് എടുക്കുന്ന നിലപാടുകൾ, അത്തരം ചില തിരിച്ചടികൾ, തീരുവ വർദ്ധിപ്പിക്കലൊക്കെ വലിയ തരത്തിൽ വിമർശനങ്ങൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നൊക്കെ നേരിടുന്ന സമയത്ത് കൂടിയാണ് ഈ ഒരൊറ്റ നീക്കത്തിലൂടെ പരിഹരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ മുഖം രക്ഷിക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിയുന്നു. അതിന് കാരണമാകുന്നത് മസ്ക് തന്നെയാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇലോൺ മസ്ക് റീപോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇത് തന്നെ എക്സിനകത്തുള്ളത്, ട്രംപ് ഒരു പ്രോമിസ് കൊടുക്കുന്നു, ആ പ്രോമിസ് ഇതാ നടപ്പിലാക്കി എന്നുള്ള ആ പഴയ എക്സ്പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം ബുച്ച് വിൽമോറും സുനിത വില്യംസും ട്രംപിനോട് നന്ദി പറയുന്ന വീഡിയോ ഉണ്ട്, അതും എക്സ് പേജിൽ പിൻ ചെയ്തിട്ടിരിക്കുകയാണ് മസ്ക്. അപ്പോൾ എന്താണ് സ്കോർ ചെയ്തിരിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ ഈ അതേസമയം ഡൊണാൾഡ് ട്രംപും മസ്കും ബൈഡൻ ഭരണകൂടം ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നുള്ളതൊരു രാഷ്ട്രീയ ആരോപണം നടത്തിയത് നാസയും മറ്റ് ആസ്ട്രോണറ്റ്സും ഇതിനെ വളരെ ശക്തമായിട്ട് നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയി എന്നുള്ളൊരു വാദം ഇപ്പോഴും നാസ അത് അംഗീകരിച്ചിട്ടില്ല. 9 മാസത്തേക്ക്, ഒരാഴ്ചയിൽ നിന്ന് 9 മാസത്തേക്ക് നീട്ടപ്പോഴും എക്സ്റ്റെൻഡഡ് മിഷൻ എന്നാണ് നാസ പറയുന്നത്. സാധാരണ നടത്തിയ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശ്രീജ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കൃത്യമായി ഇവർ തിരിച്ചെത്തി എന്നുള്ള ആശ്വാസത്തിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ്, ഒരു പൊളിറ്റിക്കൽ ഗെയിൻ കൃത്യമായിട്ട് എടുക്കാൻ മസ്ക് എന്നാൽ ഡൊണാൾഡ് ട്രംപിനും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്വിസ്റ്റ് കൂടി ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. തീർച്ചയായും ഒരുപക്ഷെ ഈ മിഷനിലെ ഒരു ഘട്ടത്തിലും നാസയോ സുനിത വില്യംസോ അല്ലെങ്കിൽ ബഹിരാകാശ യാത്രികരോ ഇത് കുടുങ്ങിപ്പോയി എന്ന ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അവർ അതിനെ അങ്ങനെ കണ്ടിട്ടില്ല. പകരം എക്സ്റ്റെൻഡഡ് മിഷൻ എന്ന തരത്തിലാണ് അവരിതിനെ കണ്ടിട്ടുള്ളത്. 8 ദിവസത്തേക്കാണ് പോയതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് അവിടെ ബഹിരാകാശ നിലയത്തിൽ തുടരേണ്ടി വന്നു. ബഹിരാകാശ നിലയത്തിൻ്റെ കമാൻഡർ ചുമതല ഏറ്റെടുക്കേണ്ടി വന്ന സുനിത പിന്നീടുള്ള ദിവസങ്ങളിൽ വലിയ പരീക്ഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു ബഹിരാകാശ സഞ്ചാരിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാൻ കഴിയുക, കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുക, കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുക എന്നതാണ്. അങ്ങനെ നോക്കിയാൽ സുനിത വില്യംസ് എന്ന ബഹിരാകാശ സഞ്ചാരി ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിച്ചാണ് മടങ്ങിയെത്തുന്നത്. വളരെ നിർണായകമായ പരീക്ഷണങ്ങൾ ഈ കാലയളവിൽ അവിടെ നടത്താൻ അവർക്ക് കഴിഞ്ഞു. അതിനുശേഷം മടങ്ങിയെത്തുമ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു വളരെ കർത്തവ്യനിരതമായ 9 മാസങ്ങളാണ്, അല്ലെങ്കിൽ ഏറ്റവും ക്രിയാത്മകമായ 9 മാസങ്ങളാണ് അവർ ചെലവിട്ടതെന്ന് പറയാം. നമ്മൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചാണ് അവർ അവിടെ കുടുങ്ങിപ്പോയി എന്ന് പറയുന്ന ഒരു വാദമുള്ളത്. പക്ഷേ നാസ ഒരിക്കൽ പോലും സ്ട്രാൻഡഡ് എന്ന വാക്ക് അവർ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല. പകരം അവർ ഉപയോഗിക്കുന്നത് എക്സ്റ്റെൻഡഡ് മിഷൻ എന്ന വാക്ക് മാത്രമാണ്. അതായത് നീണ്ടുപോയ ദൗത്യം എന്നൊരു വാക്ക് മാത്രമാണ്. ഇതിനിടയിൽ സാധാരണ മനുഷ്യർ പലപ്പോഴും ആശങ്കപ്പെട്ടു. അത് സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച്, അവിടെ കൂടുതൽ സമയം തുടർന്നാൽ ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ആശങ്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അവിടെ നിന്നുള്ള വീഡിയോ ടെലികാസ്റ്റുകളിൽ സുനിത പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴും വളരെ ആത്മവിശ്വാസത്തോടെയാണ്, വളരെ സന്തോഷവതിയായിട്ടാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സന്തോഷ നിമിഷങ്ങളായിരുന്നു അപർണ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ക്രൂ 10 ദൗത്യ സംഘം അവിടെ എത്തിയപ്പോഴുള്ള ആ നൃത്തം ചെയ്തുകൊണ്ട് സുനിത ക്യാപ്സ്യൂളിൽ നിന്ന് ഉള്ള ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുന്ന കുറച്ച് വിഷ്വൽസ് ആയിരിക്കും അല്ലേ അത്?